ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക്. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ മാവേലിക്കരയിൽ നിന്നും എഴുതുന്നു. ഇവിടെ 25 സെൻറ്റ് സ്ഥലത്ത് ആണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഈ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് വയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതനുസരിച്ചൊരു പ്ലാൻ വരച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം. സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ദയവായി നോക്കി തരണം. സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും പ്ലാൻ ഇതോടൊപ്പം അയക്കുന്നുണ്ട്. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്ന് ഉല്ലാസ്. ഈ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിന് തെക്ക് ഭാഗത്തായിട്ട് മതിൽ കെട്ടിയിരിക്കുന്നതായിട്ട് കാണാറില്ല. കാരണം വെച്ചാൽ തെക്ക് ഭാഗത്ത് ഇതിനകത്തൊരു വഴിയും കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ശരിക്കും ഒരു മെയിൻ റോഡിൽ നിന്ന് തെക്ക് ഭാഗത്തോട്ടൊരു വഴിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ടി ഷേപ്പ് എന്ന് ഞങ്ങൾ വാസ്തുവിൽ പറയും. അപ്പം ഇവർ കിഴക്ക് ഭാഗത്തേനെക്കാട്ടിൽ 1-2 ഇഷ്ടിക കൂട്ടിയെടുത്ത് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഇവർ ഹൈറ്റ് കൂട്ടിയെടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നിലവിൽ ഇതിനകത്തൊരു കിണർ ഉണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്പം നിലവിലൊരു വീട് ഉള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഇവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിലവിൽ ഒരു 10 മീറ്ററോളം കിഴക്കോട്ട് നീങ്ങിയിട്ടാണ് ഇതിൻ്റെ ഒരു കിണർ വന്നിരിക്കുന്നത്. അപ്പം ഇവർ പുതിയ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈശാൻ രേഖ ഈ കിണറിൽ തട്ടാതെയും ബ്രഹ്മസൂത്രം ഒന്നും ഇതിൽ തട്ടാതെ ഇരിക്കത്തക്കോണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു എൽ ഷേപ്പിലെ അകത്തേക്ക് ഒരു കട്ടിങ് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഛേദിച്ച് പോകുന്ന അവസ്ഥയായിരിക്കും വാസ്തുവിൽ പറയുക. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഭൂമിക്ക് അടിയിൽ കൂടി കെട്ടി ഇവർ സ്ക്വയർ ചെയ്തിട്ട് വേണം ഇവർ വീട് പണി മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ നിലവിൽ ഇപ്പം നിൽക്കുന്ന ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവർ പൂർണ്ണമായിട്ടും മാറ്റിയെന്ന് ഉറപ്പാക്കണം. അതുപോലെ ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കല്ലുകൾ അടിയിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇളക്കി മാറ്റിയ ശേഷം സ്ഥാനം കണ്ടിട്ട് വേണം വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ ഇപ്പം നിലവിൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു നായ്ക്കൂട് കാണുന്നുണ്ട്. ആ നായ്ക്കൂട് പൂർണ്ണമായിട്ട് ഇതിനകത്ത് പൊളിച്ചു മാറ്റണം. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇപ്പം ഇവിടെ ഇനിയും വരുന്ന പ്ലാനിൽ ഒരു പൂജാ റൂം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പൂജാ റൂമിൻ്റെ ഡോറ് വെളിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വീടിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചുറ്റളവ് ഒരു 170 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുക. 170 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുമ്പോൾ 79 കോല് വരും. പൂരാട നക്ഷത്രമാണ്, വൃഷയോനിയാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലുമാണ്. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ അത് ബാല്യത്തിലേക്ക് വരും. കാരണം ബെഡ്റൂമിൻ്റെ സൈസ് ഇപ്പം നിലവിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അതുപോലെ ചുറ്റളവും തെറ്റാണ്. ഈ 2 കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ ഇതിൻ്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ട് വരുന്ന ഒരു വീടാണ്. അതുപോലെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് പൂജാമുറി കൊടുത്തിട്ടുണ്ട്. അത് വീടിന് ഐശ്വര്യമാണ്. അതിൻ്റെ വാതിൽ അകത്തേക്കാക്കണം. അതുപോലെ മെയിൻ ഗേറ്റ് വരുമ്പോൾ നിലവിൽ ഇതിൻ്റെ മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് ഈസ്റ്റിലോട്ട് ദർശനമുള്ള വീടിന് നമ്മൾ ഗേറ്റ് കൊടുക്കാറില്ല. ഈസ്റ്റിലോട്ട് ദർശനമായ വീടിന് ഒന്നുകിൽ കിഴക്ക് വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ മദ്യം വിട്ട് കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് ഇതിൻ്റെ ഗേറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ക്ലിയർ ചെയ്യണം. അതുപോലെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു സമയം കുറിച്ച് നല്ലൊരു സമയം നോക്കി ഇതിനകത്ത് കല്ലിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. മാസ്റ്റർ ബെഡ്റൂമിന് ഒരു ഹാളിനേക്കാളും വലിപ്പം ഉണ്ടായാൽ അങ്ങനെ ഒരു കണക്ക് പറയാറുണ്ടല്ലോ. ബേസിക്കലി ഇതിൽ കൂടുതൽ വലിപ്പമാവാൻ പാടില്ല, അതിനേക്കാളും അങ്ങനെ പറയാറുണ്ടല്ലോ. ഹാളിനേക്കാളും അങ്ങനെ കമ്പയർ ചെയ്തോ അല്ലെങ്കിൽ കിച്ചനേക്കാളും അങ്ങനെയൊക്കെ വലിയ കിച്ചൺ നല്ലതല്ല, മറ്റുള്ള മുറിയേക്കാളും അതെ, കിച്ചൻ്റെ അളവ് നമുക്ക് കൂടാൻ പാടില്ല. അപ്പോൾ കിച്ചൻ്റെ അളവ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ചില ആൾക്കാർക്ക് വലിയ കിച്ചണാണ് ചിലർക്ക് താല്പര്യം, ചിലർക്ക് ചെറിയ കിച്ചൺ മതി. അപ്പം കിച്ചൺ മാത്രം എന്നുള്ളൊരു സബ്ജക്റ്റ് അല്ല. നമ്മൾ ചെയ്യുമ്പം ഒരു വീടിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ഒരു കണക്കുണ്ട്. അപ്പോൾ ആ ബേസിക് ഫൗണ്ടേഷൻ്റെ കണക്ക് നമുക്ക് കൃത്യമായിരിക്കണം. അതുപോലെ നമ്മുടെ ചുറ്റളവ് കൃത്യമായിരിക്കണം. അതുപോലെ നമ്മുടെ ഓരോ ബെഡ്റൂമിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കണക്കായിരിക്കണം. കാരണം വെച്ചാൽ വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ കണക്കുകളും ദിശയ്ക്കുമാണ് പ്രാധാന്യം. ഓരോ പഞ്ചഭൂതങ്ങളനുസരിച്ച് നമ്മൾ ഓരോ ദിശയ്ക്കനുസരിച്ച് ഓരോ പഞ്ചഭൂതങ്ങളനുസരിച്ചായിരിക്കും നമ്മൾ ബെഡ്റൂമുകൾ കിച്ചണെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ കിച്ചൺ കൊടുക്കുമ്പം നമുക്ക് ചിലർക്ക് വർക്ക് ഏരിയ ആവശ്യമുണ്ട്, ചിലർക്ക് വർക്ക് ഏരിയ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്. കാരണം ചിലർ വർക്ക് ഏരിയയിൽ വിറകടുപ്പ് വെച്ച് പാചകം ചെയ്യുന്നുണ്ട്. ഇപ്പം കിഴക്കോട് ദർശനമായിട്ടുള്ള ചില വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുക്കുന്നുണ്ട്. അപ്പം കിച്ചൺ കൊടുക്കുമ്പം അത് കൃത്യമായിട്ട് ഒന്നുകിൽ കിഴക്ക് വടക്കായിരിക്കണം, അല്ലെങ്കിൽ തെക്ക് കിഴക്കായിരിക്കണം, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറായിരിക്കണം. അത് നമ്മുടെ വീടിൻ്റെ പ്ലാനിൻ്റെ അകത്ത് കൃത്യമായിട്ട് ദിശ അടയാളപ്പെടുത്തി അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ദിശയാണെങ്കിൽ നമുക്ക് അതുവഴിയുള്ള ഗുണഫലങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ
കിച്ചൻ്റെ അളവോ ബെഡ്റൂമിൻ്റെ അളവോ നമ്മൾ തെറ്റിപ്പോയാൽ ഈ പറഞ്ഞ പോലെ കാശുകളൊന്നും നിൽക്കില്ല. നമുക്കെപ്പോഴും സാമ്പത്തിക നഷ്ടങ്ങളും ധനനഷ്ടങ്ങളും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ചില ബെഡ്റൂമിൻ്റെ സൈസൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മരണച്ചുറ്റിലായിരിക്കാൻ നിൽക്കുക. അപ്പോൾ മരണച്ചുറ്റി നിൽക്കുന്ന ഒരു ബെഡ്റൂമിൽ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥയിലേക്കും വരാം. അപ്പം ബെഡ്റൂമിൻ്റെ ആണെങ്കിലും കിച്ചൻ്റെ ആണെങ്കിലും ചുറ്റളവാണെങ്കിലും കൃത്യമായിട്ട് എടുക്കുക. അതേപോലെ വീടിന് ചുറ്റും നമ്മൾ മതിൽ കെട്ടിത്തിരിക്കുമ്പം അത് കൃത്യമായിട്ടുള്ള കണക്കിൽ കെട്ടിത്തിരിച്ചെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇവർക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ ചേഞ്ചസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കി ഇവർക്ക് വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാം. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയിരിക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.